ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ അടുത്ത് പോയിട്ട് നമ്മുടെ കയ്യിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. ലഹരിയുടെ വിപത്തിനെതിരെ സംസാരിക്കുന്നു. ഇത്രയും പരിപാടികളാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ആശംസ നേടാനായിട്ട് അനിൽ മാഷിനെ ക്ഷണിക്കുകയാണ്. പരിപാടി തെരുവ് നാടകമാണ്. അതിലേക്ക് കലാകാരന്മാരെ ക്ഷണിക്കുകയാണ്. ഇത് തെരുവുനാടൻ കാണുക, അതിനുശേഷം ഇതിന്റെ ആശയം മനസ്സിലാക്കുക. ആവശ്യമാണ് തന്നെ കിട്ടില്ല വേണ്ട. നിങ്ങളെന്താ ശാസ്ത്രമേളയ്ക്ക് ചെയ്യുന്നത്? അപ്പൊ നമ്മളോ ഞങ്ങളത് ചെയ്യാം. നാളെ കാണാം. നമുക്ക് രീതിയിൽ വരാം. ഒന്നാം മലകരി പോരണ്ടേ, അവിടുന്ന് തല കുത്തി ചാടണ്ടേ. പോലെ ഈ തള്ളേ ഇന്റെ തള്ളേ ഞാൻ പറഞ്ഞല്ലേ വരാമോ വന്നോളന്ന് നീ വെച്ചിട്ട് പോ. ഓലും പോയോ? അന്നോടാ ട്രൈ ചെയ്ത് നോക്ക്. ഇന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ വേറെ ലോകത്തിലെത്തും. അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആടക്കടാ എന്നോടല്ലേ പറഞ്ഞേ. ഒന്നുകൂടി ശ്രീലക്ഷ്മി, നമ്മുടെ അമ്മയ്ക്ക് എന്തോ പറ്റി. നോക്ക്, അവനെന്തോ പറ്റിയിട്ടുണ്ട്. അവന്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. അവനൊന്നുമല്ല സ്കൂളാണ് ക്ഷീണം കൂടെ. നീ ഒന്ന് മാറിച്ചോ. ഞാനിതൊക്കെ ആരോട് പറയാനാ? ഇവർ രണ്ടുപേരും ഏത് നേരെ ഇരിക്കുന്നു രണ്ടത്തിന്റെ മുകളിലാ. രണ്ടാൾക്ക് സ്വന്തം മക്കളുടെ കാര്യത്തിൽ യാതൊരു ചിന്തയില്ല. എന്താ കല്ലില്ലേ കല്ലുവ കായില്ലേ കല്ലിന് കുത്താൻ കറിയില്ലേ കൊണ്ടുവാ വേഗത്തിൽ
കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ. പൈസ ഉണ്ട് എന്തേല്? പിന്നെ എന്റെ അച്ഛന്റെ വകയിൽ ഇവിടെ സാധനം എനിക്ക് തരാൻ. എനിക്ക് വേണം. ഉണ്ടോ? എനിക്ക് കൊണ്ടാ. അന്നോട് വീട്ടിൽ പോയി പൈസ എടുത്ത് തരാനാണോ പറഞ്ഞത്? അച്ഛാ, അച്ഛാ, എന്താ എനിക്ക് പൈസ വേണം. എനിക്കെന്തിനാ പൈസ? ട്യൂഷൻ ഫീ അടയ്ക്കാനാ. അതൊക്കെ കഴിഞ്ഞ ആഴ്ച അടിച്ച്. എനിക്ക് പൈസ വേണമെന്നാ പറഞ്ഞേ. എനിക്കെന്തിനാ മോനെ പൈസ? എനിക്ക് പൈസ ഉണ്ടാ. മോനെ എനിക്കെന്തിനാ പൈസ? എനിക്ക് പൈസ ഉണ്ടാ. ആരാളെ? എനിക്ക് പൈസ ഉണ്ടാ. എന്തിനാ എനിക്ക് പൈസ? പറ. ഉണ്ടാ. മതി, ഇത് മതി. എന്റെ സന്തോഷത്തിന് എനിക്കിത് മതി. നോക്കൂ, ഈ ദുരന്തത്തിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ, ലഹരിയുടെ അടിമത്തത്തിന് കൂട്ടുനിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ, അങ്ങനെ പലരും. അവരിലൂടെ ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ട് ഒരു തലമുറയാണ് ഇല്ലാതാകുന്നത്. അതിന് അനുവദിച്ചുകൂടാ. എവിഡൻസ് ഇസ് ക്ലിയർ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ. ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബാണ് അടുത്ത് നടത്താൻ പോകുന്നത്.